ഈ ഒരു ചെറിയ മണിനാഥം കേട്ടിട്ടും സ്വിഗ്ഗി ഡെലിവറി ബോയ്സ് ചീറി പായുന്നത് കണ്ടിട്ടുമാണ് നമ്മുടെ ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ തുടക്കം. കഴിഞ്ഞ വീഡിയോ എവിടെ നമ്മൾ നിർത്തിയോ അതിൻ്റെ അടുത്ത ദിവസം തൊട്ട് നമ്മൾ തുടങ്ങുന്നു. നമ്മളിന്ന് ബാംഗ്ലൂരാണ്. ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ് ഫ്രം ബംഗളൂരു. ഇന്നലെ എറണാകുളത്ത് നിന്ന് രാത്രി നമ്മൾ ഫ്ലൈറ്റിൽ കയറി ഏകദേശം ഒരു 12 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ ബാംഗ്ലൂർ എത്തി. പിന്നെ ബാംഗ്ലൂർ എയർപോർട്ടിൽ നിന്ന് ഇങ്ങോട്ടൊരു യാത്രയായിരുന്നു. കുറച്ച് നേരം എടുത്ത് വീട്ടിലെത്തി കിടന്ന് വന്നപ്പോക്ക് ഒരു 4 മണിയൊക്കെ ആയിട്ടുണ്ട്. ഒന്ന് കുളിച്ച് വൃത്തിയാക്കി കിടന്നപ്പോക്ക് ഇന്ന് രാവിലെ എണീക്കാൻ അതുകൊണ്ട് കുറച്ചധികം ലേറ്റായി. 10:30 എണീറ്റ് കഴിഞ്ഞ് ഞാൻ എൻ്റെ ബാൽക്കണിയിലോട്ടൊക്കെ ഒന്ന് ഇറങ്ങി, ഒന്ന് ഫ്രഷായി ബാൽക്കണിയിലോട്ടൊക്കെ ഒന്ന് ഇറങ്ങി നിങ്ങളുടെ അടുത്തൊരു ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞ് ദിവസം സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാനിവിടെ അൽക്കടിയും വൈശാഖ് സാറിൻ്റെയും അപ്പാർട്ട്മെൻറ്റിലാണ് ഇനി ഒരു 4 ദിവസം ഉള്ളത്. ഞാനിവിടെ ഒരു തവണ ഇതിന് മുന്നേ വന്നിട്ടുണ്ട് കേട്ടോ, കഴിഞ്ഞതിൻ്റെ മുന്നത്തെ തവണ വന്നു കഴിഞ്ഞപ്പോൾ. പക്ഷെ ആ സമയത്തുനിന്നും കുറച്ച് ഇവർ ചേഞ്ച് ചെയ്തിട്ടൊക്കെ ഉണ്ട് ബാൽക്കണി. അപ്പോൾ ഇവിടെ കണ്ടോ ഫുൾ പച്ച കളറൊക്കെയാണ്. അപ്പോൾ ജസ്റ്റ് എണീറ്റ് വന്ന് ഈ ബാൽക്കണിയിൽ നിന്ന് ബാംഗ്ലൂരിൻ്റെ സൗന്ദര്യം എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് നമ്മൾ എൻ്റെ ബാംഗ്ലൂരിലെ ഫസ്റ്റ് ഡേ ആണ്. കുറേ കാലത്തിന് ശേഷമാണ് ബാംഗ്ലൂർ റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു ഡേ ഉണ്ടാകുന്നത് കേട്ടോ. ഞാനിവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ 2016. ആ ഒരു സമയത്ത് നമ്മൾ ബാംഗ്ലൂർ ഉണ്ടായിരുന്നു. നമുക്ക് ബാംഗ്ലൂർ ഇഷ്ടം പോലെ മെമ്മറീസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ അത് ഒന്നും കൂടെ ഒന്ന് പോയി റീക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം നമ്മൾ 1-2 വർഷം കൂടുമ്പോൾ നാട്ടിൽ വന്നിട്ട് ഒരു 30-35 ദിവസം നിൽക്കുമ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് അതിനുള്ളൊരു അവസരമാണ്. ഇന്ന് തൊട്ടിട്ട് ഒരു 3 ദിവസം നമുക്ക് അതിനുള്ള അവസരമാണ്. അപ്പോൾ നമ്മൾ നല്ല ചില്ലായിട്ട് ബാംഗ്ലൂർ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഒപ്പം ഞാൻ നിങ്ങളെയും കൂടെ കൂട്ടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി സമയം കളയണ്ട, വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് തനി മലയാളീസ് പ്രഹസനം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മുംബൈ, ബാംഗ്ലൂർ. രാവിലെ എണീറ്റ് കഴിഞ്ഞിട്ട് എന്ത് കഴിക്കും എന്നുള്ളൊരു ചോദ്യമായിട്ടാണ് ഞാൻ ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങിയത് കേട്ടോ. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ മുട്ടയും ബൂസ്റ്റും ഒക്കെ ഉണ്ടാക്കി കഴിക്കുന്നു എന്നാണ്. പക്ഷെ ഇവിടെ ഒരു രക്ഷയില്ല, ചായ വരെ നമുക്ക് പാക്കറ്റിൽ കിട്ടുന്നു, ചൂടാക്കിയാൽ മതി. രാവിലെ എണീറ്റ് നമ്മൾ ഇടിയപ്പും മുട്ടക്കറിയും ഓർഡർ ചെയ്തു. 15 മിനിറ്റിൽ ഇടിയപ്പും മുട്ടക്കറിയും വന്നിട്ടുണ്ട്. പിന്നെ പഴം പുഴുങ്ങിയത്, പരിപ്പുവട, എന്ത് വേണമെന്ന് പറഞ്ഞാൽ മതി. ഞാൻ ഈ കുറച്ചു നേരം ബാൽക്കണിയിൽ നിന്ന് കഴിഞ്ഞപ്പോഴേ സ്വിഗ്ഗിയുടെയും പിന്നെ അതേപോലെ തന്നെ ഡെലിവറി ചെയ്യുന്ന ആൾക്കാരുടെയും ഒരു അസംബ്ലി ലൈൻ പോലെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോരോ 2-3 മിനിറ്റിലും ആൾക്കാരിങ്ങനെ ഓരോ കാര്യങ്ങൾ ഡെലിവറി ചെയ്യാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മളിത് ഓർഡർ ചെയ്ത് കഴിഞ്ഞ് 5 മിനിറ്റിലൊക്കെയാണ് ബെല്ല് വരുന്നത്. ഇപ്പം താഴെ വെയിറ്റ് ചെയ്യണോ ഇനി എങ്ങനെ ഇത് ഓർഡർ ചെയ്താലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളൊക്കെ ആംസ്റ്റർഡാമിൽ രാവിലെ തൊട്ട് ഉച്ച വരെ ഞങ്ങൾക്ക് ഹോട്ടലും ഇല്ല, ഒന്നുമില്ല. വേണ്ടത് ഞങ്ങൾ പഴമൊക്കെ പുഴുങ്ങി കഴിക്കും. ഇതാണ് അൽക്കയുടെ ബാൽക്കണിയിൽ നിന്ന് നമുക്കുള്ള വ്യൂ ട്ടോ. ഞാൻ കുറച്ചേരം ഇവിടെ വന്നിങ്ങനെ നിന്നു. പക്ഷെ അത്യാവശ്യം തണുപ്പുണ്ട്, എന്നാൽ ഭയങ്കര ചൂടുമില്ല. അങ്ങനത്തെ ഒരു കാലാവസ്ഥയാണ് കേട്ടോ. ഇവിടെ എന്തോ കൺസ്ട്രക്ഷൻ നമ്മൾ അന്ന് വന്നപ്പോഴും നടക്കുന്നുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല പ്രോഗ്രസ് ഉണ്ടെന്നാണ് അൽക്ക പറയുന്നത്. പക്ഷെ ഞാൻ അന്ന് വന്നപ്പോഴും ഏകദേശം ഇങ്ങനെയൊക്കെ കണ്ട ഒരു ഓർമ്മയാണ് എനിക്കുള്ളത് കേട്ടോ. കൃത്യം എനിക്ക് ഓർമ്മയില്ല, എങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഇവിടെ നല്ലൊരു അടിപൊളി സെറ്റപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ, നമുക്ക് ഇരിക്കാനൊക്കെ പറ്റുന്ന. ഇവിടെ നിന്നും കൊണ്ട് നമുക്ക് എന്തെങ്കിലും വീഡിയോ എടുക്കാനൊക്കെ നല്ല രസമുണ്ടായിരിക്കും. നല്ല രസമല്ല ഇത് കാണാൻ വേണ്ടി, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഒന്നും കൂടെ ക്ലിയർ ആയി കാണാൻ വേണ്ടി ഞാൻ ഒന്നും കൂടെ സൂം ഔട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ടായിരിക്കും നമ്മൾ ഇത് ബാക്ക്ഗ്രൗണ്ട് ആക്കിയിട്ട് നമ്മൾ എന്തെങ്കിലും ചെറിയ വീഡിയോ ഒക്കെ എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി അല്ലേ. താഴെയും പച്ചപ്പ്, മുകളിലും പച്ചപ്പ്. രാവിലെ എണീറ്റ് കഷ്ടപ്പെട്ട് ഞങ്ങൾ ഇടിയപ്പും മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കി. ഓ ശരിയാ, സാൻഡ്വിച്ചും ബർഗറും ഒക്കെ ആയിരുന്നു. എങ്ങനെയുണ്ട് ആ ഒരു അനുഭൂതി? വൈശാഖ് സാറ് കഴിഞ്ഞ ഒരു മാസമായിട്ട് അമേരിക്ക, പിന്നെ എവിടേക്കായിരുന്നു, ലണ്ടൻ, സിംഗപ്പൂർ പര്യടനത്തിലായിരുന്നു അല്ലേ? പര്യടനത്തിലായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് തിരിച്ചെത്തി. ഇന്നലെ കൊതി കാരണം ഷവർമ ഓർഡർ ചെയ്തു. ആണോ? എലി കാരണം കഴിക്കാൻ പറ്റില്ല. കുറഞ്ഞതാണ്. നമുക്ക് മുഴുവൻ അവരെ കുറ്റം പറയാൻ പറ്റില്ല.
ഈ ഒരു വീഡിയോയിൽ കാര്യമായിട്ടുള്ളൊരു പ്രോഗ്രസ് ഒന്നും നിങ്ങൾക്ക് ചിലപ്പോൾ കാണാനുണ്ടാവില്ലേ. നമ്മൾ 3 പേരും റിലാക്സ്ഡ് ആയിട്ട് വീട്ടിലിരുന്നിട്ടുള്ളൊരു ദിവസം. കഴിഞ്ഞ കുറച്ച് ദിവസം നമ്മളെല്ലാവരും നല്ല തിരക്കായിരുന്നല്ലോ. തിരക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും അൽക്കയും ചെറിയ കറങ്ങലും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. എന്നാലും ഒരു പ്രോപ്പർ റെസ്റ്റ് ഉണ്ടായിരുന്നില്ല. വൈശാഖ് സാർ യാത്ര എല്ലാം കഴിഞ്ഞ് തിരിച്ചെത്തിയുള്ളൂ. അതുകൊണ്ട് ഇന്നൊരു ദിവസം നമ്മളെല്ലാവരും വീട്ടിലിരുന്ന് നല്ല റിലാക്സ്ഡ് ആയിട്ടിരിക്കുക എന്നാണ് നമ്മുടെ പ്ലാൻ. എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായത് കാരണം ഇടിയപ്പം മുട്ടക്കറിയൊക്കെ എടുത്ത് പ്ലേറ്റിലോട്ട് ഇട്ടതേ ഓർമ്മയുള്ളൂ. ഒരു 5-6 മിനിറ്റിനുള്ളിൽ എല്ലാവരെയും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എറണാകുളത്ത് നടന്ന എന്തൊക്കെയോ കഥകൾ നമ്മൾ വൈശാഖ് സാർക്ക് പറഞ്ഞു കൊടുക്കുക കേട്ടോ. വൈശാഖ് സാറും വിഷ്ണുവും എപ്പോഴും പറയുന്ന കാര്യമാണ്, ഞാനും അൽക്കയും കൂടെ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അത്രയും കാലം ഇല്ലാത്ത ഒരു പ്രത്യേകതര ഭാഷയും ഒരു പ്രത്യേക സ്വഭാവവും പുറത്തു വരും എന്നുള്ളത്. നമ്മൾ രണ്ടുപേരും ഈ ഒരു പ്രത്യേകതര ഭാഷയും ഈ ഒരു പ്രത്യേക സ്വഭാവവും അത്യാവശ്യം നല്ലോണം എൻജോയ് ചെയ്യാറുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ തീരെ മാറ്റാതെ വെച്ചിട്ടുള്ളതും. അൽക്കയുടെ അടുത്ത് ഞാൻ പലപ്പോഴും പെരുമാറുന്ന രീതിയും അല്ലെങ്കിൽ സംസാരിക്കുന്ന രീതിയൊക്കെ വെച്ചിട്ട് എനിക്ക് തന്നെ ഇടയ്ക്ക് തോന്നാറുണ്ട് ഈ ഒരു ടൈപ്പ് ഓഫ് എന്നെ അൽക്ക മാത്രമേ കണ്ടിട്ടുണ്ടായിരിക്കുള്ളൂ എന്നുള്ളത്. കാരണം ഞാൻ അൽക്കയുടെ അടുത്ത് മാത്രം എനിക്കൊരു പ്രത്യേക സ്വഭാവമുണ്ട്. എന്തുകൊണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അറിയില്ല. അത് അൽക്കയ്ക്കും അങ്ങനെ തന്നെയാണെന്ന് അൽക്ക പറയാറുണ്ട്. നമ്മൾ നേരിട്ട് കാണുമ്പോൾ വളരെ കുറച്ച് സമയം മാത്രമേ നമ്മൾ സീരിയസ് ആയിട്ടുള്ള കോൺവെർസേഷൻ ഉണ്ടായിരിക്കാറുള്ളൂ. അധികം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കുകയാണ് ചെയ്യാറ്. പക്ഷെ നമ്മൾ ഫോണിൽ കൂടെ സംസാരിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, അധികം നമ്മൾ സീരിയസ് ആയിട്ടുള്ള കോൺവെർസേഷനും അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വലി ഹെൽപ്പിംഗ് ഡയലോഗ്സും ഒക്കെ ആയിരിക്കും അധികം പറയുന്നുണ്ടായിരിക്കുക. ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ചായിരുന്നു വർത്താനൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്ക് 2 പേർക്കും ഒരു ആഗ്രഹം, നമുക്ക് 2 പേർക്കും ഒരുമിച്ച് ഒരു റീൽ എടുത്താലോ എന്നുള്ളത്. അൽക്ക നല്ല അടിപൊളിയായിട്ട് ഡാൻസ് കളിക്കും, ഒപ്പം പെട്ടെന്ന് സ്റ്റെപ്പ് പഠിക്കുകയും ചെയ്യും. ഞാനാണ് കുറച്ചൊരു സമയം എടുത്തിട്ട് സ്റ്റെപ്പ് പഠിക്കുന്ന ഒരാൾ. പഠിക്കാനുള്ള ഇൻട്രസ്റ്റിൽ പെട്ടെന്ന് സ്റ്റെപ്പൊക്കെ പഠിച്ചു. പക്ഷേ റീൽ എടുക്കുമെന്ന് വലിയ ഉറപ്പൊന്നുമില്ല കേട്ടോ. കാരണം ഒരു സമയമാകുമ്പോൾ ഇൻട്രസ്റ്റ് പോയാലോ. വീഡിയോ എടുക്കുന്നതിനെ പറ്റി ചിന്തിച്ചപ്പോൾ നമ്മുടെ 2 പേരുടെ കയ്യിലും വേണ്ട സാരിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നെക്സ്റ്റ് സാരി ഒപ്പിക്കാനുള്ള ഒരു ശ്രമമായിരുന്നു. എന്താണ് ഇവിടെ പരിപാടി? സാരികൾ എടുക്കുകയാണ്. സാരികൾ എടുക്കണ്ടേ? സൂക്ഷിച്ചിട്ടൊന്നും. സാരി എഴുതിയിട്ടുള്ളതാണ് സാരി. ഞാൻ എങ്ങനെയാ വെച്ചിട്ടുള്ളത്? ഞാനിങ്ങനെ പെട്ടികളിലോ? പെട്ടികളിൽ ഒതുക്കി താഴെ വയ്ക്കാൻ സ്ഥലമില്ല. പണിയാ ഇച്ചിരി പണിപ്പെട്ടോ. ഒരു മാസം സൂക്ഷിച്ചു. ഇതാണോ എന്റെ സാരി? ഇതാണ് പറഞ്ഞത്. കുഞ്ഞു നല്ല വെയിറ്റിലാവൂട്ടോ. അതെ, ഒരു അർജന്റ് ഹെൽപ്പ് വേണം. പെട്ടെന്നൊരു സാരി വേണം. ആ അതെ. അയ്യോ ഇവിടെ ഇല്ലേ? അൽക്കയ്ക്ക് ഈ അപ്പാർട്ട്മെന്റിൽ പരിചയമുള്ള എല്ലാവരെയും വിളിച്ചു ചോദിക്കുന്നുണ്ടായിരുന്നു സാരി ഒപ്പിക്കാൻ വേണ്ടിയിട്ട്. നിൽക്കണോ ഞാൻ എന്നും പൂമുഖത്ത്? ബാംഗ്ലൂര് ഇവൾക്ക് 2-3 സാരിയും കൂടെ കയ്യിൽ വെക്കായിരുന്നു. ഇവൾക്കുള്ള സാരി ഇവള് മാറ്റി വെച്ചിരിക്കുന്നു. എനിക്കൊരു സാരി ഇല്ല. പക്ഷെ എനിക്ക് സാരി കിട്ടിയാലും ബ്ലൗസ് കിട്ടില്ലല്ലോ, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ബ്ലൗസ് എടാ കോട്ടൺ സാരി ഞാനൊരു ഫോട്ടോ വെച്ചു. ഈ ഒരു സാരി ഒപ്പിക്കൽ പ്രയത്നത്തിൽ എനിക്ക് വലിയ റോളില്ലാത്ത കാരണം ഞാൻ കുറച്ചു നേരം ബാൽക്കണിയിൽ വന്ന് ചില്ല് ചെയ്യാന്ന് വിചാരിച്ചു കേട്ടോ. കൂടുതൽ സമയം ഈ ബാൽക്കണിയിൽ നിൽക്കുന്നതോറും എനിക്ക് ഇവിടുത്തെ വൈബ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാനിവിടെ റിലാക്സ്ഡ് ആയിട്ട് കുറച്ചു നേരം കാറ്റൊക്കെ കൊണ്ടിങ്ങനെ നിൽക്കാമെന്ന് വിചാരിച്ചു. എല്ലാ സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിലും വൈശാഖ് സാറിന്റെ പേഴ്സണൽ ഹെയർ സ്റ്റൈലിസ്റ്റ് ഇവിടെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ പുള്ളി ഒരു 1-1.5 മണിക്കൂർ എടുത്ത് വളരെ ക്ലീനായി മുടി വെട്ടി സെറ്റാക്കി വിടുന്നാണ് പറയുന്നത്. എത്ര പുള്ളി ചാർജ് ചെയ്യുന്ന ഹെയർ കട്ടിന്? ആണോ? വേണ്ട, യൂറോയിൽ കൺവേർട്ട് ചെയ്യണം. തിരിച്ചു വരുമ്പോൾ നമുക്ക് നോക്കാം ചിട്ടി വൈശാഖ് സാർ പുതിയൊരു മെൻഷൻ ആക്കുമോ ഇല്ലയോ. കൈ വിറയ്ക്കോ? ടാറ്റ. അൽക്ക, അൽക്സ്, ഇവിടെ ഈ ഫ്ലാറ്റ് കാണുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ ഈ ബാത്റൂമിലാണ് കാണുന്നത്. ഇവിടെ എന്ത് ചെയ്യണം അതിന്റെ അകത്ത്? അൽക്സ് മിണ്ടൂല. ഓ അത് കിട്ടിയ എന്തേലും ഫ്ലോറസെന്റ് ഒരെണ്ണം കിട്ടിയെന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞത് എന്താണിത്? ഫ്ലോറസെന്റ് സാരി ഒരെണ്ണം കിട്ടിയെന്ന് ഫിക്സ് 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 വേറൊന്നും വേണ്ടാവുന്നു. എനിക്ക് ഫ്ലോറസെന്റ് എനിക്കിത് ഞാൻ തീരുമാനിക്കും ഏതാ നല്ലത് വെച്ചാൽ അതെനിക്ക് ഇല്ല. എന്താണ് താനാരാ? ഓ തനിക്ക് കറക്റ്റ് ഒരു സാധനം കിട്ടിയിട്ടുണ്ട്. സാരി ഇവിടെ സാരി ഒക്കെ ഒപ്പിക്കുന്ന നേരത്തിനുള്ള ഞാൻ പോയിട്ട് എടോ എനിക്കൊരു 10 മിനിറ്റ് താടോ. 10 മിനിറ്റ് ഇപ്പൊ വരാം. ഒരു 10 മിനിറ്റിൽ നമുക്കൊന്ന് ചെവിയിലിങ്ങനെ കുത്തുന്ന രീതിയിലാണ്. അപ്പോ ഒന്നും പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞ എന്താണെന്നറിയോ, 10 മിനിറ്റിനുള്ളിൽ ഞങ്ങൾ 2 പേരും കുറച്ച് എഡിറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ എഡിറ്റ് ചെയ്തിട്ട് എനിക്ക് വെല്ലച്ചൻ്റെ വ്ളോഗ് എഡിറ്റ് ചെയ്യാനുണ്ട്. അപ്പം
അത് എഡിറ്റ് ചെയ്തിട്ട് 10 മിനിറ്റിൽ നമുക്ക് ഞാൻ ഇന്നലെ ഫ്ലൈറ്റിൽ നിന്ന് കുറച്ച് നേരം എഡിറ്റ് ചെയ്ത് വെച്ചായിരുന്നു ബാംഗ്ലൂർക്ക് വരുമ്പോൾ കേട്ടോ. അപ്പോൾ ബാക്കി നമുക്ക് ഇപ്പോൾ എഡിറ്റ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് റീൽ എടുക്കാൻ വേണ്ടി പോകാം. ഇന്നലെ ഏകദേശം ഒരു 4-4:30 ആയില്ലേ ഉറങ്ങിയപ്പോൾ. ഓക്കെ ആയി. അപ്പോൾ അതിൻ്റെ ഉറക്കം അങ്ങോട്ട് എനിക്കിങ്ങനെ ടൈം തെറ്റി ഉറങ്ങണത് എനിക്കിഷ്ടമല്ല. ഞാൻ കറക്റ്റായിട്ട് ഇങ്ങനെ ഒരു 12-12:30 ഉറങ്ങില്ല. അപ്പോൾ അതിപ്പോൾ നടക്കുന്നില്ല കുറച്ച് ദിവസമായിട്ട്. അതിൻ്റെ ഒരു വിഷമം ശരീരത്തിനില്ലെങ്കിലും മനസ്സിനുണ്ട്. ഞാൻ പെട്ടെന്ന് വിചാരിച്ചു ഇതാരാന്ന്. ഞാൻ തന്നെയാണ് കണ്ണാടിയിൽ കുറച്ചേരുന്ന് എഡിറ്റ് ചെയ്ത് നമ്മുടെ പരിപാടിയൊക്കെ തീർന്നു കേട്ടോ. അൽക്ക മാഡത്തിന് എന്തായെന്ന് പോയി നോക്കി നോക്കാം. ശേഷമാണ് വീട്ടിൽ വെറുതെ ഇരിക്കുന്നത് കേട്ടോ. ഇവിടെ ഇപ്പോൾ അൽക്കിയില്ല, വൈശാഖ് സാറും ഇല്ല. വൈശാഖ് സാറ് നേരത്തെ മുടി വെട്ടാൻ വേണ്ടി പോയിരിക്കുകയാണ്. അൽക്ക നമ്മളൊരു ഡാൻസ് റീൽ കളിക്കാൻ വേണ്ടി നോക്കുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ എനിക്കൊരു സാരി ഒപ്പിക്കാൻ വേണ്ടി ഫ്രണ്ടിൻ്റെ ഫ്ലാറ്റിലോട്ട് പോയിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു ഞാൻ ചുമ്മാ ഇവിടെ ഇരിക്കാൻ കുറച്ച് നേരം. കാരണം നാട്ടിലോട്ട് വന്നതിന് ശേഷം ഓട്ടമായിരുന്നു കുറേ ദിവസം, ഫങ്ഷൻസും കാര്യങ്ങളും എല്ലാം ആയിട്ട്. ഇന്നൊന്ന് സമാധാനത്തിൽ ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ നല്ല രസമുണ്ട്. അതും ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഏകദേശം ഒരു 2016-17 ഞാൻ ബാംഗ്ലൂരിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നത്. അതിനുശേഷം ഇങ്ങനെ റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു ഡേ എനിക്ക് ബാംഗ്ലൂർ ഉണ്ടായിട്ടില്ല. എനിക്കിങ്ങനെ വീട്ടിലൊക്കെ ഇരിക്കുന്ന പോലെ ചില്ല് ചെയ്ത് ഇങ്ങനെ ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ട്. കറക്റ്റ് അല്ലേ? പക്ഷെ എനിക്ക് കൊള്ളും അത്. ഏകദേശം വിചാരിക്കണ പോലത്തെ ഒരു സാരിയാണത് അല്ലേ? നല്ല ഉറക്കം വരും. എനിക്ക് 10 മിനിറ്റ് ഉറങ്ങിപ്പോയി അറിയാതെ. അൽക്ക പോയ ഗ്യാപ്പിൽ കുറച്ചേരം ഞാൻ അറിയാതെ ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ മുഖം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും. ഞാനിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തിനാണ് ഈ സാരിയും ബ്ലൗസും ഒക്കെ എന്നുള്ളത്. ഞാൻ തിരിച്ച് ലോകത്തിലോട്ട് ഇറങ്ങി വരുന്നേ ഉള്ളൂ. അങ്ങനെ ഫൈനലി ഈ ഒരു സാരിയും ബ്ലൗസും നമ്മളിതേ ഫിക്സ് ചെയ്തു കേട്ടോ. ഇനി ഇതിനൊരു മാറ്റമില്ല. ലഞ്ചിന് അൽക്ക ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളൊരു കറി ഓർഡർ ചെയ്തു. അപ്പോൾ അതെ അടിപൊളിയായിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സീൻ കണ്ടാൽ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും സ്നേഹം കാരണം അൽക്ക എനിക്ക് വാരി തരുമെന്ന്. പാവട്ടോ. അങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് സമ്മതിച്ചെടുക്കാനായിട്ട് പാടില്ലല്ലോ. എനിക്ക് കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമാണല്ലോ. അൽക്ക നല്ല അടിപൊളിയായിട്ടാണ് അൽക്കയുടെ വാർഡ്രോബ് വെച്ചിട്ടുള്ളത്. പക്ഷേ എന്നാലും എനിക്ക് തോന്നി ചില കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റി വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ സ്പേസ് ഉണ്ടായിരിക്കും എന്നുള്ളത്. ഉറപ്പൊന്നുമില്ല, എൻ്റെ ഒരു ശ്രമമാണ്. ആ ഒരു സെക്ഷനിൽ അവൾ ലോങ് ഡ്രസ്സും ഷോർട്ട് ഡ്രസ്സും പിന്നെ കോഡ് സെറ്റും വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചു ഇത് മൂന്നും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വെക്കുകയാണെങ്കിൽ എടുക്കാൻ വേണ്ടിയിട്ട് എളുപ്പമുണ്ടായിരിക്കും, തിരിച്ച് വെക്കാൻ വേണ്ടി എളുപ്പമുണ്ടായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ശ്രമമാണ് ഞാനിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനൊരു ഭംഗം വരാതിരിക്കാനാണ് ഇവിടെ എനിക്ക് വാരി തന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ബൈജൂസിൽ വർക്ക് ചെയ്തിരുന്ന സമയത്ത് അൽക്ക ഡെയിലി കുർത്തകളായിരുന്നു കേട്ടോ ഇടുക. അതുകൊണ്ട് തന്നെ എനിക്ക് അൽക്കനെ കുർത്തയിൽ കാണാൻ ഒരു പ്രത്യേക ഭംഗി എപ്പോഴും തോന്നാറുണ്ട്. കുർത്തകളുടെ ഒരു മഹനീയമായ കളക്ഷൻ ഈ ഒരു വാർഡ്രോബിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു ഭാഗം കൂടെ എനിക്കൊന്നിങ്ങനെ ഹാങ് ചെയ്ത് തൂക്കണം എന്നൊരാഗ്രഹമുണ്ട്. സമയം കിട്ടുമോ നമുക്കെന്ന് അറിയില്ല. ആകെ ഒരു 2-3 ദിവസമല്ലേ ഇവിടെയുള്ളൂ. ഞാൻ അടിയൊരു സ്കേർട്ട് ഇട്ടിരിക്കുകയാണ് കേട്ടോ. അൽക്കയുടെ ഒരു ഡ്രസ്സ് കണ്ടപ്പോൾ, ഡ്രസ്സല്ല ഒരു കോഡ് സെറ്റ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതൊന്ന് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള സ്കേർട്ടാണ് എൻ്റെ ടീഷർട്ടിൻ്റെ അടിയിൽ നിങ്ങൾ കാണുന്നത്. അൽക്കയ്ക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് പറയുന്നുണ്ടായിരിക്കും അല്ലേ? കഴിഞ്ഞ വീഡിയോയിൽ അൽക്കയുടെ ചാനൽ ഞാൻ കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അൽക്ക എൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞ വീഡിയോ നമ്മൾ ഷാമിന് വേണ്ടി ചെയ്തൊരു വീഡിയോ ആണ്, അതിൽ വേറെ ആരുടെ ഡീറ്റെയിൽസും നീ അധികം പറയണ്ട. അപ്പോൾ അതുകൊണ്ടാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പിൻ ചെയ്ത് വെക്കാതിരുന്നത് കേട്ടോ. ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതാണ് അൽക്കയുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര്, അൽക്ക വൈശാഖ്. പിന്നെ കമൻറ്റ് സെക്ഷനിൽ ഞാൻ അൽക്കയുടെ യൂട്യൂബ് ചാനൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വീഡിയോസൊക്കെ കാണാൻ ഇൻട്രസ്റ്റ് ആണെങ്കിൽ ചുമ്മാ ഒന്ന് കയറി നോക്കാം. എനിക്ക് അൽക്കയുടെ ചില വർത്താന രീതി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചില ഫ്രേസസ് ഒക്കെ അവൾ ഉപയോഗിക്കുന്ന കേൾക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ഭംഗി അവളുടെ വീഡിയോസിലും റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കയറി നോക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ ഭക്ഷണം കഴിക്കലും ഒതുക്കലും ഏകദേശം ഇവിടെ തീർന്നു കേട്ടോ. നമ്മളിങ്ങനെ 3 ഭാഗങ്ങളായിട്ടാണ് വെച്ചത്. ലോങ് ഡ്രസ്സിന് വേണ്ടിയിട്ടും ഷോർട്ട് ഡ്രസ്സിന് വേണ്ടിയിട്ടും പിന്നെ കോഡ് സെറ്റിന് വേണ്ടിയിട്ടും. കോഡ് സെറ്റ് ഇതേ ഈ കാണുന്നത് പോലെ ഞാനിങ്ങനെ കുട്ടി കുട്ടി കവറിലാക്കി വെക്കുകയാണ് ചെയ്തത്. ഷീന്ന് നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ബാഗ്സ് കിട്ടില്ലേ, അപ്പോൾ അങ്ങനത്തെ കുട്ടി കുട്ടി കവേഴ്സിലാക്കിയിട്ടാണ് കോഡ് സെറ്റ് ഞാൻ വെച്ചത്. അപ്പോൾ എടുക്കാൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കുമല്ലോ. തൽക്കാലം നമ്മൾ ഈ ഒരു ഒതുക്കൽ പരിപാടി ഇവിടെ നിർത്തുകയാണ് കേട്ടോ. കാരണം ഇത് ചെയ്തുകൊണ്ടിരുന്നാൽ വേണമെങ്കിൽ നാളെ രാവിലെ വരെ ചെയ്തുകൊണ്ടിരിക്കും. ഞങ്ങളിങ്ങനെ വർത്തമാനം പറഞ്ഞാൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് സമയം പോകുന്ന അറിയില്ലല്ലോ. തൽക്കാലം ഇതൊന്ന് അവസാനിപ്പിച്ച് നമുക്ക് അടുത്തൊരു കാര്യത്തിലോട്ട് കിടക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ 2 പേരും കൂടെ ചെയ്തും കൊണ്ടേയിരിക്കും. ഞാൻ മുന്നേ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടില്ലേ, എൻ്റെ വെരി വെരി ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഞാൻ കോൺവെർസേഷൻസ് ഇനീഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്ര അടിപൊളിയായിട്ടുള്ള ഒരാളല്ല എന്നുള്ളത്. എന്നോട് വളരെ ടോക്കറ്റീവ് ആയിട്ടുള്ള ഒരാളൊപ്പം ഉണ്ടെങ്കിലാണ് ഞാനും അങ്ങോട്ട് തിരിച്ച് അത്രയും സംസാരിക്കുള്ളൂ. ആ ഒരു കാര്യത്തിൽ നിന്ന് നേരെ ഓപ്പോസിറ്റ് ഒരു ക്യാരക്ടറാണ് എനിക്ക് അൽക്കയുടെ ഒപ്പം ഉള്ളത് കേട്ടോ. ഞാനും അൽക്കയും കൂടെ ഉണ്ടാകുമ്പോൾ ആരാണ് കൂടുതൽ വർത്തമാനം പറയുന്നത് എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല. പൊതുവേ അൽക്ക നല്ല ടോക്കറ്റീവ് ആയിട്ടുള്ള ഒരാളാണ്. പക്ഷെ എന്നാലും അൽക്കനേക്കാൾ കൂടുതൽ അൽക്കയുടെ ഒപ്പം ഉള്ളപ്പോൾ ഞാൻ തന്നെയാണ് സംസാരിക്കാറെന്നാണ് എനിക്ക് തോന്നുന്നത്.
പിന്നെ ഇത്തവണ നമ്മൾ ചുമ്മാ ഇങ്ങനെ ആലോചിച്ച് ഡിസ്കസ് ചെയ്തൊരു കാര്യം അപ്പോഴാണ് നമ്മൾ രണ്ടുപേരും ഇത് റിയലൈസ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഒരു വേറെ റിലേഷൻഷിപ്പിൽ എങ്ങനെയാണോ അതൊന്ന് ഭയങ്കര ഡിഫറെൻ്റ് ആണ് നമ്മൾ രണ്ടുപേരും തമ്മിൽ. ഇപ്പം ഞാൻ ഒരു സെലിബ്രേഷനൊക്കെ ഭയങ്കര ഗ്രാൻഡായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരാൾ, അല്ലെങ്കിൽ എൻ്റെ വേറെ പല നേച്ചറും ഞാനും അൽക്കിയും തമ്മിലുള്ളൊരു വേൾഡിലോട്ട് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് അങ്ങനെ ഒരു ഗ്രാൻഡ് സെലിബ്രേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തതായിട്ടൊരു ഓർമ്മയൊന്നും നമുക്ക് കാര്യമായിട്ടില്ല. പക്ഷെ എന്നാലും ഞങ്ങൾ പറയായിരുന്നു എല്ലാ റിലേഷൻഷിപ്സും ഇപ്പോൾ ഒരുപോലെയാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്താ അതിനൊരു ഭംഗിയുള്ളത്. അതുകൊണ്ട് ഡിസ്കസ് ചെയ്യേണ്ട, എങ്ങനെയാണോ ഇത് മുന്നോട്ട് പോകുന്നത് അങ്ങനെ അത് മുന്നോട്ട് പോകട്ടെ എന്നുള്ളത്. അൽക്ക വോയിസ് ഓവർ ചെയ്യാണ് ചെയ്തോ? താൻ മിണ്ടാണ്ടിരിക്കോ? ഇരുന്നോ? താൻ ചെയ്തോ? താൻ മിണ്ടാണ്ടിരുന്നത് ഞാൻ ചെയ്യല്ലോ. എന്താണ് ചെണ്ട ആരുടെ കല്യാണം കഴിക്കുന്നുണ്ടോ? അതൊന്നും ശബ്ദമൊന്നും താൻ കേൾക്കില്ല. എന്തായിരുന്നു ഞാൻ പറഞ്ഞോണ്ട് ആ ഫ്ലോ അങ്ങോട്ട് പോയി. ചേച്ചിയുടെ ടി വി കേടുന്നടാ. അങ്ങനെ ചേച്ചിന്റെ ടി വി കേട്. അങ്ങനെ ഒരു ദിവസം ചേച്ചിന്റെ ടി വി വരണം. എനിക്കൊന്ന് പോയതാണ് ചെയ്തു. ഞാൻ ഒന്നും പറയണില്ലല്ലോ. ഞാൻ പറയണ്ട പറയാൻ പ്രശ്നം. ഇതെനിക്ക് ഭയങ്കര കോമഡി ആയിട്ട് തോന്നിയൊരു കാര്യമായിരുന്നു കേട്ടോ. നമുക്ക് രണ്ടുപേർക്കും നമ്മുടെ എന്ത് മോശം സ്വഭാവവും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനും ഒരു മടിയില്ലാത്ത ആൾക്കാരാണ്. പക്ഷെ എന്നാലും അൽക്കയ്ക്ക് ഞാനിരിക്കുമ്പോൾ വോയിസ് ഓവർ ചെയ്യാൻ ഭയങ്കര ചമ്മൽ. എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല എന്താന്നുള്ളത്. അപ്പോൾ ഇത് ഭയങ്കര കോമഡി ആയിരുന്നു. ഇവരുടെ അപ്പാർട്ട്മെൻറ്റിൽ ഓണം സെലിബ്രേഷൻ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ഡാൻസൊക്കെ പഠിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ് വൈശാഖ് സാറ് തിരിച്ചു വരുമ്പോഴേക്ക് നമ്മളോട് രണ്ടുപേരുടെ റെഡി ആയിട്ടിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. പക്ഷെ നമ്മൾ ഇവിടെ കിടന്ന് ഓരോ വർത്താനം പറയും ചളി പറഞ്ഞും കൊണ്ടും ഇങ്ങനെ കിടന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ കുറേ നേരം കിടക്കും. നമുക്കൊന്ന് എണീറ്റ് റെഡിയാവാം. എനിക്ക് ഈ ഒരു ഗസ്റ്റ് ബെഡ്റൂമിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സ്പേസ് ആട്ടോ ഇത്. എനിക്കും. പക്ഷെ ഇവിടെ ഇരുന്നിട്ട് പോലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിങ്ങനെ വിൻഡോന്റെ അവിടെ നേരെ താഴെ ബേ വിൻഡോ സീറ്റിംഗ്. അപ്പോൾ ഈ കാണുന്നത് മൊത്തം ഓർഡറാണ്, ബേ ആണ്. അതിന്റെ ഇവിടെ ഒരു സീറ്റ് കൊടുത്തിരിക്കാൻ. രാവിലെ തൊട്ട് ഞാൻ കുളിക്കാൻ തുടങ്ങിയത് അതുവരെ കുളിമുറിക്ക് എത്തിയിട്ടില്ല. എപ്പോഴെങ്കിലും ഒന്ന് പോയി കുളിച്ചിട്ട് എൻ്റെ അമ്മ അങ്ങനെ ഫൈനലി ഒന്ന് എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് വീഡിയോയിൽ അവസാനം എന്നെ ഒന്ന് കുളിച്ച് വൃത്തിയായിട്ട് കാണാനായിട്ട് പറ്റിയിട്ടോ. പക്ഷെ ചില ദിവസം എനിക്കിങ്ങനെ ഇഷ്ടമാണ് നമ്മൾ എണീറ്റ് ഭയങ്കര ലേസി ആയിരുന്നു അങ്ങനെ ഇരിക്കുന്നതിന് അതിൻ്റേതായിട്ടൊരു ഭംഗിയുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ രണ്ടുപേരും ഈ ഒരു ലേസിനെസ് ഭയങ്കര എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ വൈശാഖ് സാർ വന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞു റെഡി ആയിട്ട് നമുക്ക് പുറത്ത് പോകാം, ഫുൾ ഡേ നമ്മളിങ്ങനെ ഇരുന്നാൽ നമുക്ക് ചടച്ചു പോകും എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി പുറത്ത് പോവാണ് കേട്ടോ. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ സാധാരണ ഞാൻ ഇവിടെ വന്നിട്ടാണല്ലോ എനിക്ക് വേണ്ട ഡ്രസ്സൊക്കെ ഓർഡർ ചെയ്യാറ്. ഇത്തവണ ഞാൻ മിന്ത്രയിൽ പ്ലേസ് ചെയ്ത ഓർഡർ പൈസ പോയി, പിന്നെ എനിക്ക് പൈസ റീഫണ്ടായി, പക്ഷേ എനിക്ക് സാധനങ്ങളൊന്നും കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടുന്ന് കൊണ്ടുവന്ന കുറച്ച് ഡ്രസ്സേ എൻ്റെ കയ്യിലുള്ളൂ. ബാക്കി 1-2 ഡ്രസ്സ് അൽക്കടയിൽ നിന്ന് നോക്കിയെടുക്കുകയൊക്കെയാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് നമ്മളിന്ന് ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന എൻ്റെ ഒരു ഔട്ട്ഫിറ്റ്. ഇത് നമ്മൾ അവിടുന്ന് വാങ്ങിയിട്ടുള്ളത് തന്നെയായിരുന്നു കേട്ടോ. നമ്മൾ വരുന്ന വഴിക്ക് വാങ്ങിയൊരു വേഷവിധാനമായിരുന്നു ഇത്. റെഡി ആയിട്ട് ഇറങ്ങാൻ നേരത്ത് ഏത് ഡ്രസ്സായിടുന്നെന്ന് കൃത്യമായിട്ട് അറിയുന്നുണ്ടെങ്കിലും കയ്യിലുള്ള ഡ്രസ്സ് എല്ലാം ഒരു തവണ ഞാൻ ഇട്ട് വെക്കും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ബെഡിൽ എല്ലാ ഡ്രസ്സും ഒന്ന് കിടക്കുന്നുണ്ട്. ഇതൊക്കെ ഒന്ന് ഒതുക്കി മടക്കി വൃത്തിയാക്കി വെച്ചതിന് ശേഷം നമുക്ക് പോകാം. അല്ലെങ്കിൽ തിരിച്ച് വന്ന് പിന്നെ ബെഡ് ഇങ്ങനെ കാണുമ്പോൾ ഒരു സുഖമില്ലല്ലോ. അപ്പോൾ ഇതെല്ലാം ഒതുക്കി വൃത്തിയാക്കി വെച്ചതിന് ശേഷം നമുക്ക് പോവാം. ഇതേ വൈശാഖ് സാറും അൽക്കി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എനിക്ക് അൽക്കുള്ള ഡ്രസ്സ് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്കിഷ്ടമുള്ളൊരു ഷെയ്ഡാണ് ആ ഒരു ഡ്രസ്സ്. എനിക്കിങ്ങനെ റെഡിയായി പുറത്തിറങ്ങാൻ വേണ്ടിയൊക്കെ നിന്നപ്പോൾ ചെറുതായിട്ട് വിഷ്ണുവിനെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് മാത്രമല്ല അൽക്കിയും വൈശാഖ് സാറും സെയിം തന്നെ പറയുമായിരുന്നു. കാരണം നമ്മൾ ഒരു 3-4 മാസം മുന്നേ നെതർലാൻഡ്സിൽ വെച്ച് മീറ്റ് ചെയ്തിരുന്നപ്പോൾ, അതായത് ഇവർ രണ്ടുപേരും നമ്മളെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നല്ലോ. ആ ഒരു സമയത്ത് നമ്മൾ 4 പേരും കൂടെ ഉള്ളൊരു കമ്പനി എല്ലാവരും ഭയങ്കര എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. വിഷ്ണു നല്ല കാവ്യാത്മകമായിട്ടൊക്കെ വൈശാഖ് സാറെ കളിയാക്കുമായിരുന്നു കേട്ടോ. അത് നല്ല രസമായിരുന്നു കേട്ടിരിക്കാൻ വേണ്ടിയിട്ട്. അതാണ് എനിക്ക് കൂടുതൽ ഇവിടെ മിസ് ചെയ്തതെന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ആഗ്രഹമുള്ളൊരു കാര്യമായിരുന്നു. നമ്മൾ രണ്ടുപേരും കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാലും നമ്മുടെ പാർട്ട്നേഴ്സും അത്യാവശ്യം നല്ല കമ്പനി ആയിരുന്നാൽ അടിപൊളിയായിരിക്കുമല്ലോ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ആ ഒരു ആഗ്രഹം എന്തായാലും നടന്നു. ഇപ്പോൾ നമ്മൾ രണ്ടുപേരും കമ്പനിയെ സംസാരിക്കുന്നതിനേക്കാളും കൂടുതൽ ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ളതുപോലെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. അത് എത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നല്ല നമുക്കൊരു സന്തോഷവും സമാധാനവും ഒക്കെ ഉള്ളൊരു കാര്യമാണല്ലോ. ബാംഗ്ലൂർ വന്ന് 2 നൃത്തച്ചുവടുകൾ വെച്ചിട്ടില്ലെങ്കിൽ എങ്ങനെയാണ് ബാംഗ്ലൂർ കംപ്ലീറ്റ് ആവുന്നതല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മളിതേ പോയിട്ട് 2-3 സ്റ്റെപ്പൊക്കെ ഇട്ടു. അതിനുശേഷം സ്പെഷ്യൽ റിക്വസ്റ്റ് പ്രകാരം അവരെ കൊണ്ട് നമ്മുടെ ഇല്ലുമിനാറ്റി സോങ്ങും കൂടെ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും ഒരു 2-3 ചുവടൊക്കെ ഇട്ടതിന് ശേഷം നമ്മളവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. തിരിച്ചു വന്ന് കുറച്ചു നേരം വിഷ്ണുവിനെ ഫോൺ വിളിച്ച് വെറുപ്പിച്ചതിന് ശേഷം ഇന്നത്തെ ഒരു ദിവസം നമ്മൾ അവസാനിപ്പിച്ചു. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, സസ്നേഹം, തനി മലയാളി.